അടിയന്തര ആവശ്യത്തിനായി ജെസിക്ക ആദ്യം മുന്നിൽ വന്നു നിന്ന ടാക്സിയിൽ കയറി. യാത്ര പൂർത്തിയായപ്പോൾ ഡെബിറ്റ് കാർഡ് കൊടുത്ത് യാത്രക്കൂലി അടച്ച് തിരക്കുകളിലേക്ക് മടങ്ങി. എന്നാൽ 1 മണിക്കൂർ കഴിയും മുന്നേ ജെസിക്കയുടെ മൊബൈലിൽ തന്റെ അക്കൗണ്ടിൽ നിന്നും $5000 പിൻവലിക്കപ്പെട്ടതായി സന്ദേശമെത്തി. വെപ്രാളപ്പെട്ട് ബാഗിലെ ATM നോക്കിയപ്പോഴാണ് താൻ വളരെ വിദഗ്ധമായി പറ്റിക്കപ്പെട്ട വിവരം ജെസിക്ക അറിയുന്നത്. ടാക്സിക്കാരൻ സ്വൈപ്പ് ചെയ്യാൻ വാങ്ങിയ തന്റെ കാർഡല്ല മടക്കി നൽകിയിരിക്കുന്നത്. $35 ആമസോണിൽ കിട്ടുന്ന ടാക്സി യെല്ലോ ലൈറ്റ് പതിപ്പിച്ച വ്യാജ ടാക്സിക്കാർ പണം തട്ടുന്നതിപ്പോൾ കാനഡയിൽ സ്ഥിരം സംഭവമായി കഴിഞ്ഞു. ഒറിജിനലിനെ പോലും വെല്ലുന്ന വ്യാജന്മാർ പ്രൊഫഷണലായി തട്ടിപ്പിനിറങ്ങുമ്പോൾ അല്പം ജാഗ്രത കുറവ് വന്നാൽ നഷ്ടം വലുതായിരിക്കും. 2023-2024 കണക്കുപ്രകാരം ഏതാണ്ട് 919 ടാക്സി സ്കാം ടൊറന്റോ പോലീസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഈ കേസുകളിലൂടെ തട്ടിപ്പുകാർ കൈക്കലാക്കിയതോ $1.7 മില്യണിലധികം ഡോളറും.